ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്ത വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. തങ്ങളുടെ ആക്രമണം അവസാനിപ്പിച്ചതായി ഇറാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. ഇറാൻ്റെ UN മിഷനാണ് തങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചതായി പറയുന്നത്. അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സിറിയയിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയും തങ്ങളുടെ സൈനിക മേധാവികൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഒരു തിരിച്ചടി നൽകുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യം. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. തങ്ങൾ ആക്രമണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇതിന് പ്രതികാര നടപടി ഇസ്രായേൽ തുടങ്ങിയാൽ ഇതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു സംഘർഷത്തിന് വലിയ രീതിയിൽ അയവ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ തന്നെ അവരുടെ പൗരന്മാരോട് ഈ ഷെൽട്ടറുകളുടെ സമീപത്ത് നിന്നുള്ള താമസം മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് യുദ്ധഭീഷണി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് തന്നെയാണ് ഈ 100 മിസൈലുകളും 600ഓളം ഡ്രോണുകളും ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ടത്. സ്വാഭാവികമായും ഈ പശ്ചിമേഷ്യയിൽ ഒരു അധീശത്വം സ്ഥാപിക്കാൻ ശക്തരാണെന്ന് തെളിയിക്കുവാൻ ഇറാൻ കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായി കൊമ്പ് കോർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാറുണ്ട്. ഏതായാലും അവരുടെ സൈനിക മേധാവികളെയും കോൺസുലേറ്റിനെയൊക്കെ ആക്രമിച്ചതിൻ്റെ ഒരു പ്രതികാരം സ്വാഭാവികമായും ഇസ്രായേലിനെതിരെ ഒരു നീക്കം നടത്തുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് ലോകത്തിന് അറിയിക്കുക തങ്ങൾ തിരിച്ചടിച്ചു, ഇല്ലെങ്കിൽ സ്വന്തം പൗരന്മാരെ ബോധ്യപ്പെടുത്തുക തങ്ങൾക്ക് തിരിച്ചടിക്കാൻ കഴിവുള്ള രാജ്യമാണ് എന്നതായിരിക്കാം. ഏതായാലും യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇതിനൊരു അവസാനമായിട്ട് ആരും കരുതുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇസ്രായേലിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഇനി എന്താണ് അടുത്ത നീക്കമെന്നറിയില്ല. പക്ഷേ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി സംഘർഷത്തിന് സാധ്യതയില്ല എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ലോക രാജ്യങ്ങൾ ഈ ഒരു നീക്കത്തെ താൽക്കാലികമായുള്ള ഒരു വെടിനിർത്തലായി മാത്രമാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.